ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 23-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് 2024 ഡിസംബർ 23 എന്ത് ദിവസമാണെന്ന് നോക്കാം. അതായത് ഡിസംബർ 23 നമ്മൾ എന്ത് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. അതായത് ദേശീയ കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 23. ദേശീയ കർഷക ദിനം ചോദിക്കുകയാണെങ്കിൽ അത് ഡിസംബർ 23 ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഡിസംബർ 23. അതാണ് നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ രാഷ്ട്ര ബഹുമതി. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ രാഷ്ട്ര ബഹുമതിയാണ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. അടുത്ത ചോദ്യം, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണറായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണറായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം, നാസയുടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യനിൽ നിന്ന് എത്ര ദൂരത്തിൽ പറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നാസയുടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യനിൽ നിന്ന് എത്ര ദൂരത്തിൽ പറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ 3.8 ദശലക്ഷം മൈലാണ്. എന്ന് വെച്ചാൽ 6.1 ദശലക്ഷം കിലോമീറ്റർ. അടുത്ത ചോദ്യം, 2024 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2024 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ എം മുകുന്ദനാണ്. അടുത്ത ചോദ്യം, കേരള രാജ്യാന്തര ചലച്ചിത്രമേള 2024 ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള KR മോഹനൻ പുരസ്കാരം ലഭിച്ച സംവിധായക ആരാണ്? ഇന്ദുലക്ഷ്മിയാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 2024 ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള KR മോഹനൻ പുരസ്കാരം ലഭിച്ച സംവിധായക ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ദുലക്ഷ്മിയാണ്. ഇന്ദുലക്ഷ്മി. അടുത്ത ചോദ്യം, കേരള രാജ്യാന്തര ചലച്ചിത്രമേള 2024 മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരാണ്? ഫർഷാദ് ഹാഷ്മിയാണ്. ഫർഷാദ് ഹാഷ്മി. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 2024 മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം ലഭിച്ച സംവിധായകൻ ഹർഷാദ് ഹാഷ്മിയാണ്. അടുത്ത ചോദ്യം, ഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. അടുത്ത ചോദ്യം, പൊതുമേഖലാ ബാങ്കായ SBIയുടെ നിലവിലെ ചെയർമാൻ. പൊതുമേഖലാ ബാങ്കായ SBIയുടെ നിലവിലെ ചെയർമാൻ CS സെട്ടിയാണ്. പൊതുമേഖലാ ബാങ്കായ SBIയുടെ നിലവിലെ ചെയർമാൻ CS സെട്ടി. അടുത്ത ചോദ്യം, 2025 നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. അത് തിരുവനന്തപുരമാണ്. 2025 നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കിരീടം നേടിയത് കണ്ണൂരായിരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. അതേപോലെ 2024 നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരും 2ാം സ്ഥാനം കോഴിക്കോടുമായിരുന്നു. ഓക്കെ, താങ്ക് യു.